അഭിരാമി ചേരുന്നു. അഭിരാമി, കോഴിക്കോട് ജില്ലയുടെ ചിത്രം പറയുമ്പോൾ മലയോര മേഖലയടക്കം പറഞ്ഞോളൂ. രാജേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ ഇപ്പോഴും വ്യാപകമായി മഴ തുടരുക തന്നെയാണ്. ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയോര മേഖലകളിലാണ്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റും വീശുന്നുണ്ട്. കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. മഴ കനത്തതോടെ പുഴയിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. കോടഞ്ചേരി ചെമ്പുകടവ് പാലം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. പുഴയ്ക്ക് സമീപം താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ടു. കൂടാതെ മലവെള്ളപ്പാച്ചിലുണ്ടായത് കാരണം താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ചാലിപ്പുഴയിലും കൈവഴികളിലുമെല്ലാം തന്നെ കര കഴിഞ്ഞു. അതേസമയം മഴ ശക്തിപ്പെട്ടതോടെ 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, മലപ്പുറം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ 3 ജില്ലകൾക്കും ഇന്ന് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മഴ ശക്തി പ്രാപിച്ചതോടെ വിലങ്ങാട്, മഞ്ഞച്ചീളി, മാടഞ്ചേരി, പാനവും ഭാഗങ്ങളിലെല്ലാം തന്നെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. മഞ്ഞച്ചീളിയിൽ ഒരാളെ കാണാതായെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. വിലങ്ങാട് ടൗണും പൂർണ്ണമായും വെള്ളത്തിലായ അവസ്ഥയാണ്. പന്നിയേരി, വലിയ പാനം, വാളന്തോട് പ്രദേശങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. കനത്ത മഴ തുടരുന്നതിനാൽ വയനാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉള്ള യാത്ര ജില്ലാ കളക്ടർ നിരോധിച്ചതായും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വയനാടിനെ ഞെട്ടിച്ച് 3ഓളം ഇടങ്ങളിലും ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞു. പുലർച്ചെ 1 മണിയോടെയാണ് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. ചൂരൽമല സ്കൂളിന് സമീപം 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. 400-ലേറെ പേർ ഒറ്റപ്പെട്ടതായാണ് വിവരം. ചൂരൽമല സ്കൂളിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയെന്നാണ് വിവരം. ഇപ്പോൾ നിലവിൽ NDRF സംഘവും പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയും ശക്തമായ മഴ തുടരും തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. രാജേഷ്, തീർച്ചയായും അഭിരാമി, കോഴിക്കോട് വയനാട് ജില്ലയിലെ ദുരന്തത്തിൻ്റെ ചിത്രം, ഒപ്പം തന്നെ വയനാട് ജില്ലയെ നമുക്ക് വിശേഷിപ്പിക്കുമ്പോൾ ആ ദുരന്തഭൂമി സമാനതകൾ ഇല്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മേപ്പാടി, വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ മേപ്പാടി പ്രദേശം. മേപ്പാടിയിൽ 2ഇടത്ത് ആദ്യം ഉരുൾപൊട്ടി. 3ാമത് രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും ഉരുൾപൊട്ടുന്നു. മേപ്പാടി മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. ചൂരൽമലയിൽ തുടർന്ന് വൻ ഉരുൾപൊട്ടലുണ്ടായി. ലാൻഡ് സ്ലൈഡിംഗ് എന്നതിൻ്റെ ഏറ്റവും ഭീകര ദൃശ്യം വയനാട് പറയും. ആ ദുരന്തത്തിൻ്റെ ചിത്രം വയനാട് പറയും. ഒരു മല അപ്പാടെ ഇടിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലേക്ക് പതിക്കുന്നു. നിരവധി ആളുകൾ മണ്ണിനടിയിൽപ്പെടുന്നു. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെടുന്നു. ഒരുപക്ഷെ മനുഷ്യജീവനുകളെ എങ്ങനെ തിരികെ എത്തിക്കാം എന്നൊരു ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തന ദൗത്യത്തിനാണ് വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത്. സൈന്യം അല്പസമയത്തിനകം അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. NDRF സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്നു. മരണസംഖ്യ 19 കഴിഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും വേദന നിറഞ്ഞ കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. അഭിരാമി തുടരുക. അല്പസമയത്തിനകം മറ്റു വിശേഷങ്ങൾ കൂടി നൽകേണ്ടതായിട്ടുണ്ട്. തുടരുക. മേഘ ചേരുന്നു. മേഘ, കക്കയം ഡാം തുറന്നു വിട്ടിരിക്കുന്നു. എന്തൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പാണ് കക്കയത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം? ഏതൊക്കെ ഭാഗത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിച്ചിട്ടുള്ളത്? മേഘ, തുറന്നോളൂ. കക്കയം ഡാം തുറന്നിരിക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ ചിത്രം കൂടി. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലയിലും വെള്ളത്തിൽ മുങ്ങി എന്ന് വേണം പറയാൻ. കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും, അതുപോലെ തന്നെ മാവൂർ, കുറ്റ്യാടി പ്രദേശങ്ങളിലടക്കം പല വീടുകളിലും വെള്ളത്തിനടിയിലായി എന്ന് വേണം പറയാൻ. കുറ്റ്യാടി മേഖലയിൽ മിന്നൽ ചുഴലി അടക്കം ഉണ്ടായി. അതുപോലെ തന്നെ ജില്ലയിലെ പല ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു അവസ്ഥയുണ്ടായി. കക്കയത്തിന്റെ മലയോര മേഖലയിൽ അടക്കം ഇപ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്.
ഇതിന് പിന്നാലെയാണ് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയത്. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 12:45 കക്കയം ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് തുറന്ന് പുറത്തേക്ക് ജലം ഒഴുക്കാൻ തുടങ്ങിയത്. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തെ തുടർച്ചയായ കനത്ത മഴയും അതുപോലെ തന്നെ ബാണാസുര സാഗറിൽ നിന്നും ടണൽ മുഖേന വെള്ളം എത്തിയതോടെയുമാണ് ജലനിരപ്പ് ഉയർന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഡാമിൽ നിന്നും കരിയാത്തമ്പാറ പുഴയിലേക്കാണ് നിലവിൽ വെള്ളം ഒഴുക്കുന്നത്. കരിയാത്തമ്പാറ കൂറ്റ്യാടി പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് പുഴയോര നിവാസികളോട് മാറി താമസിക്കാനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ ഇറങ്ങരുതെന്നും ഒരു നിർദ്ദേശം KSEB അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കക്കയത്തിൻ്റെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴയാണ് തുടങ്ങുന്നത്. മുമ്പും ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലടക്കമുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കക്കയത്തെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ പല മലയോര മേഖലകളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അടക്കം ഉണ്ടായിട്ടുണ്ട്. വിലങ്ങാട് പ്രദേശത്തെ വലിയൊരു ഉരുൾപൊട്ടലാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കലിതുള്ളിയാണ് ഈ വർഷത്തെ കാലവർഷം ഉള്ളത് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ ബാലുശ്ശേരി മേഖലകളടക്കം പല റോഡുകളും തകർന്ന് വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ കാലവർഷം ഈ ശക്തമായ മഴയിൽ വലിയൊരു നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ വലിയ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. രാജേഷ്, തീർച്ചയായും മേഘ, വ്യക്തമാണ് ആ ദുരന്തത്തിൻ്റെ ചിത്രം. ഒരുപക്ഷെ തോരാത്ത മഴ തീരാത്ത ദുരിതം എന്നൊരു ടാഗ് ലൈൻ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. മലബാർ മേഖലയിൽ 2 ജില്ലയെ ദുരന്തം ഗ്രസിച്ചിരിക്കുന്നു. കാരണം വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായി 19 അധികം ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ 4 ഉരുൾപൊട്ടലുണ്ടാകുന്നു. വിലങ്ങാട് അടക്കമുള്ള മലയോര മേഖലകൾ വെള്ളത്തിനടിയിലാണ്. ഒരുപക്ഷെ മഴ ഇനിയും കനത്തു പെയ്തു കഴിഞ്ഞാൽ ദുരന്തത്തിൻ്റെ തീവ്രത കൂടും. ജാഗ്രത പാലിക്കുക എന്നൊരു കൃത്യമായ ഒരു നിർദ്ദേശം മാത്രമേ അധികാരികൾക്ക് ഈ ഒരു അവസരത്തിൽ നൽകാൻ സാധിക്കുന്നുള്ളൂ. കാരണം അപകടത്തേക്കാൾ വലുതാണ് പ്രതിരോധം എന്ന രീതിയിൽ മാത്രം മാറുക. കാരണം മഴയാണ്, കനത്ത മഴയാണ്. ഏത് രീതിയിൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് പ്രവചിക്കുക അസാധ്യം. ഇതിനിടെ കക്കയം ഡാം കൂടി തുറന്ന് വിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി കഴിഞ്ഞ് കവിയും എന്ന ഘട്ടം വന്നപ്പോൾ അപകടം മുന്നിൽ കണ്ടുള്ള ഒരു തുറന്നുവിടൽ അത് പൂനൂർ പുഴയും കുറ്റ്യാടി പുഴയെയും വെള്ളക്കെട്ടിലേക്ക് മാറ്റി വെള്ളം കവിഞ്ഞൊഴുകാൻ മാറ്റിയിരിക്കുന്നു. ആ ഒരു നിലയിലെത്തിച്ചിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, തുടരുക. അല്പസമയത്തിനകം മറ്റു വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലെത്തിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.